ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 20-ാമത്തെ അധ്യായം 9 ശ്ലോകം നമ്മൾ പറഞ്ഞു. വിതുര മൈത്രേയ സംവാദം, വരാഹാവതാരവും ഹിരണ്യാക്ഷവധവും പറഞ്ഞപ്പോൾ വിതുരൻ ചോദിച്ചു, ഇനി എന്തെല്ലാമാണ് മൈത്രേയ മഹർഷി വിതുരന് പറഞ്ഞു കൊടുത്തത്? അവിടെ വിതുരൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ് പറഞ്ഞത്. സ്വന്തം സഹോദര സ്ഥാനത്ത് നിൽക്കുന്നതായ ധൃതരാഷ്ട്രയെ പോലും ഉപേക്ഷിച്ചു വിതുരർ. ധൃതരാഷ്ട്രയെ ദുര്യോധനനൊക്കെ തൻ്റെ കൂട്ടക്കാരാണെങ്കിലും ഉപേക്ഷിച്ചു. എന്താ കാരണം? കൃഷ്ണനിൽ വിരോധമുള്ളവരോട് ലോക്യം വെച്ചിട്ട് കാര്യമില്ല. കൃഷ്ണവിരോധികൾ എങ്ങനെയൊക്കെ തനിക്ക് ബന്ധമുണ്ടെങ്കിലും അവർ തനിക്ക് വേണ്ട. അതിനെയുള്ള വിഭീഷണനുണ്ടായത്. ഏട്ടനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. രാവണൻ രാമവിരോധിയായി. രാമവിരോധിയായിട്ടുള്ള ഏട്ടൻ തനിക്ക് വേണ്ട. ധർമ്മവിരോധിയായിട്ടുള്ള ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ലോകത്തിൽ. അങ്ങനത്തെ വിതുരൻ എന്നൊക്കെ വിശേഷണമൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് മൈത്രേയ മഹർഷിയോട് ചോദിച്ചത്? മൈത്രേയ മഹർഷി പറഞ്ഞത്, ആ പാപം ഇല്ലാതാക്കുന്ന കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ശൗനകാദികൾ പറഞ്ഞു. അഗഗ്നി, ചില കഥകൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ പാപം ഇല്ലാണ്ടാവും, മനസ്സ് ശുദ്ധമാവുകയാണ്. കാരണം മറ്റ് ചിന്തകൾ ഇല്ലാണ്ടാവുമ്പോൾ പാപവാസനകളും കർമ്മവാസനകളും ഇല്ലാതാവുന്നു. അപ്പോൾ അവർ പറയാൻ തുടങ്ങുകയാണ്, ഏ മരീച്യാദയോ വിപ്രായസ്തു സ്വയംഭൂ മനു തൈവൈ ബ്രഹ്മണ ആദേശാത് കഥമേത അഭാവയൻ. ഇതിൻ്റെ ചോദ്യമാണ് കേട്ടോ. മരീച്യാദയ വിപ്രാ, മരീചി മുതലായ ബ്രാഹ്മണർ, ബ്രാഹ്മണർ, സ്വയംഭുവ മനു യത്തു, സ്വയംഭുവ മനു ബ്രഹ്മപുത്രനായ മനു യാതൊരുത്തനോ, തേ വൈ പ്രസിദ്ധന്മാരായിരിക്കുന്ന അവർ, മരീച്യാദികൾ സ്വയംഭുവനുവിൻ്റെ പുത്രന്മാരാണ്, അവർ ബ്രഹ്മണ ആദേശാത്, ബ്രഹ്മാവിൻ്റെ കൽപ്പന ഹേതുവായിട്ട്, കൽപ്പന കൊണ്ട്, ബ്രഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ എന്നാണ്. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും, ദീർഘം ഇല്ലെങ്കിലോ ബ്രഹ്മാവ് വേണം. ഒരു ദീർഘത്തിന് അർത്ഥം മാറ്റാൻ പറ്റും. ബ്രഹ്മണ എന്ന് കാണാം പല ദിക്കിലും. ബ്രഹ്മണ 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 എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ. വ്യത്യാസമുണ്ട്. ഒറ്റ ദീർഘത്തിൻ്റെ കൊണ്ട് ബ്രഹ്മണ ആദേശാത്, ബ്രഹ്മാവിൻ്റെ ആദേശം ആജ്ഞയാൽ, ഏതത് ഈ ലോകത്തെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തി, ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തവരെ സൃഷ്ടി എങ്ങനെ നടത്തി എന്നാണ് ഉദ്ദേശം. ബ്രഹ്മാവിൻ്റെ ആജ്ഞയാൽ മരീച്യാദി ബ്രാഹ്മണർ എങ്ങനെയാണ് ലോകത്തിൽ സൃഷ്ടി വർദ്ധിപ്പിച്ചത്? സ്വയംഭുവനുവിൻ്റെ മക്കളായ മരീച്യാദി. ഇതാണ് വിതുരൻ്റെ ചോദ്യം. സൃഷ്ടിയെക്കുറിച്ചാണ് ചോദ്യം എന്ന് ചുരുക്കം. പിന്നെ ആ സൃഷ്ടി പറയുമ്പോഴാണ് അടുത്ത കഥ വരണത്. കർദമ പ്രജാപതിയുടെ കഥ, കപിലോപദേശ കഥ, കപിലാവതാര കഥ ഒക്കെ സൃഷ്ടി പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് വരികയാണ്. മൈത്രേയ ഉവാച ദേവേന ദുർവിതർക്കേണ പരേണ അനിമിഷേണ ചാതക്ഷോഭാൽ ഭഗവതോപകാനാഥീർഗുണത്രയാത്. വീണ്ടും സൃഷ്ടിയെ പറ്റിയാണ് പറയണം. ദുർവിതർക്കേണ, ഭഗവാന്റെ ഊഹിക്കുവാൻ പോലും സാധിക്കാത്ത പ്രകൃതിയിൽ അധിവസിക്കുന്ന,
അതുപോലെ തന്നെ അനിമിഷേണ കണ്ണടയ്ക്കാതിരിക്കുന്ന, നിമിഷം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക, അനിമിഷം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാതിരിക്കുക. ദൈവേന ദൈവം നിമിത്തം, ദൈവം അത്ര ഈ കണ്ണടയ്ക്കാത്ത ആൾ. നമ്മളൊക്കെ എമ വെട്ടും ഇല്ലേ? എത്ര നേരം എമ വെട്ടാണ്ടിരിക്കാൻ പറ്റും? കുട്ടികൾ ചോദിക്കില്ലേ എത്ര നേരം എമ വെട്ടാണ്ടിരിക്കാൻ പറ്റും എന്നൊക്കെ നോക്കട്ടെ. പരിധി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണടയ്ക്കും, നമ്മുടെ കൺപോളകൾ അടയും. അതിനാണത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ കണ്ണടയ്ക്കുക എന്നതില്ലാത്തൊരു കൂട്ടരാണ് ഈ ദേവന്മാർ പൊതുവേ എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു. ദേവന്മാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് അനിമിഷന്മാർ എന്ന് പേര്. ദേവന്മാർക്ക് പല പേരുണ്ടേ. അനിമിഷന്മാർ, ത്രിദശന്മാർ. ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ 3 ദശയേ ഉള്ളൂ: ബാല്യം, കൗമാരം, യൗവനം. വാർദ്ധക്യമില്ല. അതാണ് അവരെ ത്രിദശന്മാർ എന്ന് പറയുന്നത്. കണ്ണടയ്ക്കാത്തതുകൊണ്ടാണ് അവരെ അനിമിഷന്മാർ എന്ന് പറയും. ഒക്കെ ദേവന്മാരുടെ അപരനാമങ്ങളാണ്. ഇപ്പം ഇവിടെ അനിമിഷേണ ഒരിക്കലും കണ്ണടയ്ക്കാത്ത, ദൈവേന ദൈവം നിമിത്തം, എപ്പോഴും കണ്ണ് തുറന്നും കൊണ്ടാണ്. ശതക്ഷോഭാട്ട് ആദ്യം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഭഗവത ഗുണത്രയാത്, ഭഗവാന്റെ ഗുണത്രയത്തിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി. സൃഷ്ടി പറയുമ്പോൾ എപ്പോഴും മഹത്വത്വമാണ് ആദ്യം ഉണ്ടാവുക. രണ്ടാമതോ അഹങ്കാരം, പിന്നെ അത് 3ആയിട്ട് പിരിയുക. അങ്ങനെയാണ് സൃഷ്ടി എപ്പോഴും പറയുക. അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞു ആവർത്തനമാണ്. മഹത്വത്വം ഉണ്ടായി. നേരത്തെ ഒരിക്കലൊക്കെ പറഞ്ഞ കാര്യമാണ്. മഹത്വത്വം ഉണ്ടായും ചുരുക്കം. രജപ്രധാനന്മകത ത്രിലിംഗോ ദൈവജ്യോതിദാജാത സസർച്ചഭൂതാതിർ വേദാദീനി പഞ്ചശ. ദൈവചോദിതാത് ഭഗവാന്റെ സങ്കല്പപ്രകാരം, ഇച്ഛ പ്രകാരം, രജപ്രധാനാത് രജോ ഗുണം അധികരിച്ചതും ആയ മഹത, മഹത്തത്വത്തിൽ നിന്ന്, ത്രിഗുണ ത്രിലിംഗ 3 ഗുണങ്ങളോട് കൂടിയ ഭൂതാദി അഹങ്കാരം ഉണ്ടായി. മഹത്വത്വം കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായി എന്ന് പറയുകയാണ്. ഭഗവത് ചോദിതാത് ഭഗവാന്റെ ആ ഒരു സങ്കല്പപ്രകാരം രജോ ഗുണം വർദ്ധിച്ചതായിട്ടുള്ള അഹങ്കാരമാണ് പിന്നെ ഉണ്ടായത്. അഹങ്കാര തത്വം എന്ന് പറയാം. വ്യക്തിഗതമായിട്ടൊരാൾക്ക് ഉണ്ടാവുന്ന അഹങ്കാരമല്ല ഇവിടെ പറയുന്നത്, അഹങ്കാര തത്വമാണ്. അഹങ്കാരം എന്ന് പറയുന്നതായ തത്വം, മഹത്തത്വം പോലെ അത് ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. താനി ചൈകേകശസ്തഷ്ടം സമർത്ഥാനി ബോധിക സമ്പത്യദേവയോഗേന ഹേമമണ്ഡമവാസൃജൻ. ഓരോന്നായിട്ട്, ഏകൈകശ എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട്, ഭൗതിക സൃഷ്ടും ഭൂതകാര്യങ്ങളെ സൃഷ്ടിപ്പാനായിക്കൊണ്ട്, ഭൗതികം ഭൂതകാര്യങ്ങളെ കൊണ്ട് സൃഷ്ടിക്കാനായിക്കൊണ്ട്, അസമർത്ഥാനി സമർത്ഥങ്ങളായില്ല. സമർത്ഥാനി ഇതിൻ്റെ വിപരീതമാണ് അസമർത്ഥാനി, സമർത്ഥങ്ങളായില്ല. ദൈവയോഗേന പ്രേരണയാൽ സമ്പത്യ ഒന്നായി ചേർന്നിട്ട്, ഹൈമം അണ്ഡം സ്വർണം പോലെയുള്ള അണ്ഡം സൃഷ്ടിച്ചു. മഹത്വത്വം ഉണ്ടായി. രണ്ടാമത് അഹങ്കാരം ഉണ്ടായി. മൂന്നാമതോ സ്വർണ്ണ നിറത്തിലുള്ളതായിട്ടുള്ള ഒരു അണ്ഡം സൃഷ്ടിക്കപ്പെട്ടു. സ്വർണത്തിൻ്റെ പ്രകാശമുള്ള അണ്ഡത്തിനെയാണ് ഹിരണ്യം അണ്ഡം, ഹിരണ്യാണ്ഡം, ഹൈമമണ്ഡം എന്ന് പറയുന്നത്. ഇപ്പോൾ 13ാമത്തെ ശ്ലോകത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ മഹത്വത്വം, 13ാമത്തെ ശ്ലോകത്തിൽ അഹങ്കാരം, 14ാമത്തെ ശ്ലോകത്തിൽ ഹൈമമണ്ഡം സ്വർണ്ണ നിറത്തിലുള്ളതായിരിക്കുന്ന ഒരു അണ്ഡം സൃഷ്ടിച്ചു. സ്വശൈഷ്ടാപ്തിതരിലെ ആണ്ഡകോശോ നിരാത്മകാസാഗ്രം വൈവട്ടതാകത്രം അന്നവാസിത്വമീശ്വര. ആ ആണ്ഡകോശ, ആ ആണ്ഡകോശം നിരാത്മക, നിരാത്മക എന്ന് പറഞ്ഞാൽ അചേതനമായിട്ട്, ഇളകാതെ, ജീവൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാതെ എന്ന് താല്പര്യം. അചേതനമായിട്ട്, നിരാത്മക അചേതനമായിട്ട്, സാഗ്രം വർഷസഹസ്രം അനവധി 1000 കാലം, വർഷസഹസ്രമാണല്ലോ, 1000 കാലം ജലത്തിൽ കിടന്നു. അശൈഷ്ട കിടന്നു. അനന്തരം ഈശ്വര ഈശ്വരൻ
അതിൽ പ്രവേശിച്ചു. ഈ അണ്ടത്തിനെ ചലിപ്പിക്കണമെങ്കിൽ ഇനി എന്തു വേണം? താൻ തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം. ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള ഭഗവാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സ്വശൈഷ്ടാബ്ദി സലിലേ അണ്ടകോശോ നിരാത്മക ജീവനില്ലാതെ, ജീവലക്ഷണങ്ങളൊന്നുമില്ലാതെ, ചലനമില്ലാതെ അനവധി കാലം കിടന്നു. സാഗ്രംബൈ വർഷസാഹസ്രം, 1000 കൊല്ലം കിടന്നു. അവസാനം എന്ത് ചെയ്തു? ഈശ്വരൻ അതിലേക്ക് പ്രവേശിച്ചു. ചലിപ്പിക്കണ്ടേ? സഹസ്രം അന്യവാസി തം ഈശ്വര, തം അന്യവാസി, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തം അത് പ്രോനൗൺ, അതിലേക്ക് ഈശ്വരൻ അന്യവാസീത് പ്രവേശിച്ചു, ചലിപ്പിക്കാനായിക്കൊണ്ട് പ്രവേശിച്ചു. തസ്യ നാഭേരപത്മം സഹസ്രാർക്കോരു ദീദിതി സർവജീവനികായോഗോ എത്ര സ്വയം അഭൂത്സ്വരാട്ട്. തസ്യ നാഭേ, അവൻ്റെ നാഭിയിൽ നിന്ന് അണ്ടത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് സമയത്ത് ഭഗവാന്റെ നാഭിയിൽ നിന്നൊരു താമര ഉണ്ടായി എന്ന് പറയണം. അത് എങ്ങനത്തെ ആയിരുന്നു? സഹസ്ര അർക്ക, അർക്ക എന്ന് പറഞ്ഞാൽ സൂര്യൻ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 സൂര്യൻ്റെ പ്രകാശം ഉള്ളതായിരുന്നു. സാധാരണ താമര അങ്ങനെ പ്രകാശിച്ചതായിട്ടൊന്നും കാണാറില്ലാവൂ. ഒരു ലൈറ്റ് ഇട്ട പോലെ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച പോലെ സൂര്യൻ താമരയ്ക്ക് പ്രകാശം ഉണ്ടാവുമോ? പക്ഷേ ഇത് സാധാരണ താമരയല്ല. താമര മിന്നൊന്നുമില്ല, താമര അങ്ങനെ വെളിച്ചമുണ്ടെങ്കിൽ കാണാത്ര തന്നെ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനത്തെ സാധാരണ താമര ഇല്ലാത്തതുകൊണ്ടാണ് എന്തുണ്ടായത്? സഹസ്ര അർക്കൻ്റെ പ്രകാശം ഉണ്ടായത്. സഹസ്ര അർക്കൊരു ദീദിതി, ദീദിതി ചൈതന്യം, പ്രകാശം. 1000 സൂര്യൻ്റെ പ്രകാശത്തോട് കൂടിയിട്ടുള്ളൊരു സ്വർണ്ണത്താമര എന്ന് വേണമെങ്കിൽ പറയാം. സ്വർണ്ണം എന്നിവിടെ പറഞ്ഞിട്ടൊന്നുമില്ല വെച്ചാലും ഒരു പ്രത്യേക താമരയായിരുന്നു എന്ന് ചുരുക്കം. അത് വിരിഞ്ഞു. സർവജീവനികായോഗ, സകല ജീവസമൂഹങ്ങളുടെയും ഈ ആശയം കിട്ടണം വെച്ചാൽ നിങ്ങൾ ജോസഫ് അലി കേച്ചിയുടെ രചന സംഗീതമേ അമരസല്ലാപമേ എന്നുള്ള പാട്ടൊന്ന് കേൾക്കുക. ആ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടത് 1000 ഇതളുള്ള താമരയിലെ ആ വരികൾ മുഴുവൻ അദ്ദേഹമൊക്കെ മുസ്ലിമാണെങ്കിൽ എഴുതിയത് മുഴുവൻ ഹിന്ദു സാഹിത്യമാണ്. ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും 1000 ഇതളുള്ള താമരയിൽ എന്ന് പറഞ്ഞിട്ട് ചതുർമുഖൻ ഉണർന്നു, രചനാചതുരൻ ചതുർമുഖൻ ഉണർന്നു. എന്താ വാക്ക് നോക്കൂ. രചനാചതുരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ വിദഗ്ധൻ, സൃഷ്ടി വിദഗ്ധൻ ആയിട്ടുള്ള രചനാചതുരൻ, ചതുർമുഖൻ ഉണർന്നു. അതന്നെ ഇവിടെയും പറയണത് അത് തന്നെയാണ്. സർവജീവനികായോഗ, എല്ലാ ജീവസമൂഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന, വാസസ്ഥാനം ആയിരിക്കുന്ന പത്മം അഭൂത് ഉണ്ടായി, താമരയുണ്ടായി. പത്മം അഭൂത്, അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി. എത്ര യാതൊന്നിൽ സ്വയം സ്വരാട്ട് അഭൂത് ബ്രഹ്മാവും ഉണ്ടായി. സ്വരാട്ട് എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട് കേട്ടോ. സർവേശ്വരനായിരിക്കുന്ന ഭഗവാന് സ്വരാട്ട് എന്ന് പറയും. ജന്മാദ്യസേതോന്നയാദി തരതച്ചാർത്തേഷഭിജ്ഞ സ്വരാട്ട്, ജന്മാദ്യസ ലോകത്തിലുണ്ട് സ്വരാട്ട്. ഇവിടെ ഈ ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. സ്വയം പ്രകാശം ആർക്കാണ് ഉണ്ടാവുക? സ്വയം പ്രകാശം ഈശ്വരന് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ നമുക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടിയ ചൈതന്യവും പ്രകാശമേ ഉള്ളൂ. ഈശ്വരനിൽ നിന്ന് കിട്ടിയ പ്രകാശമേ നമുക്കുള്ളൂ. സ്വയം പ്രകാശശക്തിയില്ല. സൂര്യനെ പോലെ ഉള്ള സ്വയം പ്രകാശശക്തി നമുക്കില്ല. സൂര്യന് സ്വന്തം പ്രകാശശക്തി ഉണ്ട്. ചന്ദ്രനോ സൂര്യനിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. അതുപോലെ നമുക്ക് സ്വയം പ്രകാശശക്തി ഇല്ല. പിന്നെന്താ ഉള്ളത്? ഭഗവാനിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. ആണ് ഇതിനുള്ള ചൈതന്യം പോയാലോ നിമിഷങ്ങളെ കൊണ്ട് ശരീരം നശിക്കും, അഴുകി കേടുവരും ഇല്ലേ? അപ്പോൾ കുറച്ച് സമയം മതി കേടുവരാൻ, അതേ സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ ചൈതന്യമാണ് ഇതിനെ ഇതായിട്ട് നിലനിർത്തുന്നത്. ആണ് സ്വരാട്ട്, സ്വയം പ്രകാശസ്വരൂപനായ ബ്രഹ്മാവ് ഉണ്ടായി. സോനിവിട്ടോ ഭഗവത യശ്ചേദേ സലിലാശയേ ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാശ്രയ.
സൃഷ്ടിയെ വർണ്ണിക്കുമ്പോൾ കേൾക്കുമ്പോൾ വളരെ രസമാണ് ശരിക്കും വരച്ചാൽ. സലിലാശേ, ഈ ആണ്ടകോശം എന്ന് പറയുന്ന ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന സ്വർണത്തിൻ്റെ ആ അണ്ടത്തിൽ സലിലാശയെ, വെള്ളമില്ലാതിക്കലും വെള്ളമുണ്ട്, ബാക്കിയൊക്കെ വെള്ളമാണ്. ഈ സ്വർണത്തിൻ്റെ അണ്ടം ഒഴികെ ബാക്കിയൊക്കെ വെള്ളമാണ്. ആ വെള്ളത്തിൽ ഈ അണ്ടം ഇങ്ങനെ കിടക്കുകയാണ്. യശേതേ, യാതൊരുവൻ ശയിക്കുന്നുവോ, ആ വെള്ളത്തിലാണ് ആരുടെ കിടപ്പ്? സർവേശ്വരനായിരിക്കുന്ന നാരായണൻ്റെ കിടപ്പ്. നാരായണൻ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളത്തിൽ ശയിക്കുന്നവെന്നൊരർത്ഥമുണ്ട്. പല അർത്ഥമുണ്ട് നാരായണന്. നാരം മാരയതി ഇതി നാരായണ, എല്ലാ ജീവജാലങ്ങളിലും സഞ്ചരിക്കുന്നവൻ ആരോ അവൻ നാരായണൻ. ആത്മാവ് എന്നർത്ഥമേ ഉള്ളൂ, വിഷ്ണു എന്ന് മാത്രമില്ല. അങ്ങനെയില്ല. നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ. ശംഖചക്രം ഗദ താമര അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല നാരായണന്. ശിവൻ എന്നുള്ള അർത്ഥമില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈശ്വരൻ, പരമാത്മാവ്. ശിവനായിട്ട് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം, വിഷ്ണുവായിട്ട് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. അപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, പരമാത്മാവ് എന്നർത്ഥമേ ഉള്ളൂ, അത്രേ അർത്ഥമുള്ളൂ. വിഷ്ണുവായിട്ട് കാണേണ്ടവർക്ക് നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണെന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് മാത്രം. അവിടെ ഈശ്വരൻ എന്നർത്ഥമാണ്. നാരായണൻ, ആ നാരായണൻ സ്വയം സംസ്ഥയാ, സ്വാഭാവികമായ മര്യാദ അനുസരിച്ച്, സിസ്റ്റം അങ്ങനെയാണല്ലോ, യഥാപൂർവം പൂർവകൽപ്പത്തിലെ പോലെ ലോകത്തെ നിർമ്മിച്ചു. കൃതം തേതാ ദ്വാപരം കലി എന്നിങ്ങനെ ആവർത്തിക്കുകയാണ്. കലി കഴിഞ്ഞാൽ വീണ്ടും കൃതം വരും. ഒരു കലിയുഗത്തിലത്തെ സൃഷ്ടി തന്നെയാണത്രേ അടുത്ത കലിയുഗത്തിലുണ്ടാവുക. കഴിഞ്ഞ കലിയുഗത്തിലുണ്ടായത് ഇപ്പോഴത്തെ സൃഷ്ടിയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് കഴിഞ്ഞ കലിയുഗത്തിൽ ചെയ്തിരിക്കും എന്നാണ്. നീ വരാൻ പോണ കലിയുഗത്തിൽ ചെയ്യുകയും ചെയ്യും. ഈ ഇരിക്കലും ഈ പറയലും ഈ റെക്കോർഡിങ്ങും ഈ കാണലും ഒക്കെ അടുത്ത കലിയുഗത്തിലുണ്ടാവും, കഴിഞ്ഞ കലിയുഗത്തിലുണ്ടായിട്ടുമുണ്ട് എന്നാണ് പറയണത്. വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ സൃഷ്ടി ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആണ് ഈ പ്രപഞ്ചം മുഴുവൻ ആവർത്തനം തന്നെയാണ് എന്ന് പറയാൻ കാരണം. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രവർത്തന. സഹസ്രനാമത്തിലും കൂടി ആവർത്തനം എന്നൊരു പേര് ഭഗവാനുണ്ട്. യഥാപൂർവം മുമ്പത്തെ കൽപ്പത്തിൽ ചെയ്ത പോലെ ലോകരചന ആരംഭിച്ചു. സോനുവിട്ടോ ഭഗവത യശേദേ സലിലാശേ, വെള്ളത്തിൽ കിടക്കുന്നതായിരിക്കുന്ന നാരായണൻ ഭഗവാൻ പൂർവകൽപ്പത്തിലെ പോലെ സൃഷ്ടി ചെയ്തു. ലോകസംസ്ഥാം ലോകസൃഷ്ടി, ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ നിർമ്മിച്ചു. സംസ്ഥയാ സ്വയ, ഇനി എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? പൂർവകൽപ്പത്തിൽ സൃഷ്ടിച്ചത് എന്തൊക്കെയെന്ന് പറയണു, അതുതന്നെയാണ് ഈ കൽപ്പത്തിൽ സൃഷ്ടിച്ചത്. എന്തൊക്കെയപ്പോൾ അത്? സസർജായ വിദ്യാം പഞ്ചപർവാണമഗ്രത താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമ. ഇട്ടിച്ചതായിട്ട് ചിലതിനെ പറയണു. ഛായയാ, നിഴൽ കൊണ്ട്, പഞ്ചപർവാണം, 5 കവചങ്ങളുള്ള അവിദ്യാശക്തിയെ ആദ്യമായിട്ട് സൃഷ്ടിച്ചു. സൃഷ്ടി ഉണ്ടാവണം വെച്ചാൽ ലോകം ആണല്ലോ സൃഷ്ടി. ലോകത്തിൽ ആദ്യം ലോകം നിലനിൽക്കണമെച്ചാൽ വേണ്ടത് എന്താ? അജ്ഞാനമാണ് വേണ്ടത്. ലോകം നിലനിൽക്കണമെങ്കിൽ ജ്ഞാനമല്ല വേണ്ടത്. ജ്ഞാനം മാത്രമേ ഉള്ളൂ വെച്ചാൽ ലോകമില്ല, സംസാരവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം ശരിക്കും വെച്ചാൽ അവിദ്യയാണ്. അപ്പോൾ എത്രത്തോളം ലോകത്തിൽ വിദ്യയ്ക്ക് പ്രാധാന്യമുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ അവിദ്യയ്ക്കും പ്രാധാന്യമുണ്ട്. അതാണ് ദേവിമാരുടെ സാ വിദ്യാപരമാമുക്തേർ ഹേതുഭൂതാസനാതനി സംസാരബന്ധഹേതുച്ച സേവ സർവേശ്വരേശ്വരി. ആ ദേവി തന്നെയാണ് മായയായിട്ടും അജ്ഞാനമായിട്ടും തീരുന്നത്. അപ്പോഴേ ലോകമുള്ളൂ. ഒക്കെ ജ്ഞാനികളായ പിന്നെ ലോകമില്ലല്ലോ. അതേപോലെ ആ ദേവി തന്നെ ജ്ഞാനമായിട്ടും പ്രകാശിക്കണു. രണ്ടും ഉണ്ടാവും. ഈ നല്ലതും ഉണ്ടല്ലേ, ചീത്ത. ഈ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മിശ്രമായിട്ടേ ഉണ്ടാവുള്ളൂ. ലോകത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ആദ്യം എന്തുണ്ടായി?
5 മോഹങ്ങളോട് കൂടിയ കവർച്ചകളുടെ പേരുണ്ട്. അതെന്തൊക്കെയാ ചോദിച്ചാൽ പഞ്ചപർവാണം, 5 അജ്ഞാനങ്ങളെ സൃഷ്ടിച്ചു. എന്നീ 5 അജ്ഞാനം: താമിശ്രം, അന്ധതാമിശ്രം, തമോ, മോഹോ, മഹാതമ. ഇതൊക്കെ ശരിക്കും വെച്ചാൽ ഈ നരകത്തിൻ്റെ പേരായിട്ടാണ് പറയുക. താമിശ്രം ഒരു നരകത്തിൻ്റെ പേരാണ്. അന്ധതാമിശ്രം വീണ്ടും കടുത്ത ഇരുട്ട്, തമോ ഇരുട്ട്, വെറും ഇരുട്ട്, മോഹോ ഇല്ലാത്തതുണ്ട് എന്ന് വിചാരിച്ച് മോഹിക്കുക, കിട്ടാത്തത്. നമ്മുടെ കയ്യിലില്ലാത്തതിനെ ആഗ്രഹിക്കുന്നതിനാണ് മോഹം എന്ന് പറയുന്നത്. ഉള്ളതിനെ മോഹിക്കണ്ടല്ലോ, ഇല്ലാത്തത് വേണമെന്ന് തോന്നലിനെ മോഹം. മഹാതമ വലിയ ഇരുട്ട്. അതൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. ചിലതിൽ സാന്ദ്രത കൂടുക, അത്രയേ ഉള്ളൂ. കട്ടിയുള്ള തൈരും വെള്ളമൊഴിച്ച മോരും പോലെ, അത്രയേ ഉള്ളൂ. താമിശ്രം ഇരുട്ട്, അന്ധതാമിശ്രം കട്ട പിടിച്ച ഇരുട്ട്, തമസ് വീണ്ടും ഇരുട്ട്, മോഹം അജ്ഞാനം, മഹാതമ ഭയങ്കര ഇരുട്ട്. കൊന്നനെയല്ലേ? ഈ 5 എണ്ണം ഇരുട്ടിൻ്റെ വ്യത്യാസങ്ങളാണ്. വിശ്വസർജാത്മന ആദ്യം സൃഷ്ടിച്ചത് അജ്ഞാനമാണ്. വിശ്വസർജാത്മനക്കായ നാഭിനന്ദം തമോമയം ജഗൃഹുർ. വായിക്കുമ്പോൾ രക്ഷിക്കണം, അത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. ജഗൃഹുർ യക്ഷരക്ഷാംസി ഹൂ എന്ന് പറഞ്ഞിട്ട് ഇറകാരം വരെ ഇവിടെ. ജഗൃഹുർ യക്ഷരക്ഷാംസി. യക്ഷരക്ഷാംസി കൂടി ചേരുമ്പോൾ റിയ വരുന്നത്. ജഗൃഹുർ യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിസമുദ്ഭവാം. 5 എണ്ണം സൃഷ്ടിച്ചുല്ലോ. താമിശ്രം, അന്ധതാമിശ്രം, തമസ്, മോഹം, മഹാതമ. കൊന്നന്നെയാണ് ഏകദേശമൊക്കെ വരിക. അന്ധതാമിശ്രവും താമിശ്രവും നരകത്തിൻ്റെ പേരായിട്ട് പറയും. കാരണം അവിടെ കൂരി ഇരുട്ടാത്രേ. ആ ഇരുട്ടത്ത് കൂടെ പാപം ചെയ്തവരെ നടത്തും. കണ്ണ് കാണാതെ കുഴിയിൽ വീണിട്ടും തല മുട്ടിയിട്ടും തപ്പി തടഞ്ഞിട്ടും നരകം അനുഭവിക്കുക. അതാണ് താമിശ്രത്തിൻ്റെ സ്വഭാവം. അന്ധതാമിശ്രവും അത് തന്നെ. കൂടുതൽ കട്ട പിടിച്ച് ഇരുട്ടാവും, ക്ലേശങ്ങൾ കൂടും. അതിനുശേഷം എന്തേ ഉണ്ടാക്കിയേ സൃഷ്ടിച്ചത്? വിശ്വസർജാത്മനക്കായം നാഭിനന്ദൻ തമോമയം ജഗൃഹുർ യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിട് സമുദ്ഭവാം. അജ്ഞാനമയമായ തമോമയം. തമസ് എന്നുള്ള വാക്കിന് ഇരുട്ട് എന്നുള്ള അർത്ഥത്തിന് പുറമേ ഒരർത്ഥം കൂടിയുണ്ട്, അജ്ഞാനം. അവൻ്റെ തമസ് അജ്ഞാനം, തമോ ഗുണം ഇതൊക്കെ ഈ തമസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. ജനറലി പറയുമ്പോൾ ഇരുട്ട് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇരുട്ട് മാത്രമല്ല, അജ്ഞാനവും ഇരുട്ടും ഒപ്പായിട്ടാണല്ലോ പറയുക. അജ്ഞാനം, അജ്ഞാനതിമിരാന്തസ്യ. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാണ്ടാക്കണു ഗുരു. അത്തരം ഗുരുവിന് നമസ്കാരം. അജ്ഞാനതിമിരാന്തസ്യ. അപ്പോൾ തമോമയം, അജ്ഞാനം ജഡിലമായ, അജ്ഞാനം നിറഞ്ഞ ആത്മന തൻ്റെ ശരീരത്തെ. ബ്രഹ്മാവ് ഈ അജ്ഞാനത്തെ സൃഷ്ടിച്ചപ്പോൾ കുറച്ചൊരു അസ്വസ്ഥതയുണ്ടായി. നല്ലത് സൃഷ്ടിച്ചാൽ സുഖം കിട്ടും, ചീത്ത സൃഷ്ടിച്ചാലോ വിഷമം ഉണ്ടാവും. അങ്ങനെയാണല്ലോ. എന്താണ് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ബലമാണ് നമുക്ക് ഉണ്ടാവുക എന്നാണ്. ആത്മന കായം. എന്താ കായം? കായം നമ്മൾ സാമ്പാറിൽ കൂട്ടുന്നത് കായമാണ് അല്ലേ? ഇവിടുത്തെ കായം ശരീരം എന്നാണ് അർത്ഥം. കായം വാക്കിൻ്റെ അർത്ഥം ഇവിടെ ശരീരം. അപ്പം തൻ്റെ ശരീരം എന്ത് ചെയ്തു? ന അഭിനന്ദൻ, സന്തോഷിച്ചില്ല എന്നാണ്. തൻ്റെ ശരീരത്തിനെ കുറിച്ചുള്ള സന്തോഷമല്ല ഉണ്ടായത്. അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചത് കൊണ്ട് ലേശം ദുഃഖം ഉണ്ടായി എന്ന് ചുരുക്കം. അത്രയേ ഉള്ളൂ. ആ ശരീരത്തെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വിസസർജ്യ, ഉപേക്ഷിച്ചു, കളഞ്ഞു. മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായില്ല ഇവയെ സൃഷ്ടിച്ചത് എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്തു? അതിനെ കളഞ്ഞു, ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ബ്രഹ്മാവിന് അങ്ങനെ സാധിക്കും.
നമുക്ക് പറ്റില്ല, ഒരു പ്രവൃത്തി ശരിയായില്ല, ശരീരമാണ് ഉപേക്ഷിച്ചുള്ള നമ്മൾ എത്ര എളുപ്പമുണ്ടല്ലേ. അതിനെച്ചാൽ എത്രയോ ആൾക്കാർ ലോകത്തിൽ മരിച്ചിട്ടുണ്ടാവും. വേണം എന്നാണ് തോന്നി ശരീരം ഉപേക്ഷിക്കുക, തോന്നി അങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുക, അത് സിദ്ധന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഛന്ദമൃത്യു എന്ന സിദ്ധിയുള്ളവർക്കാണ് അത് പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ബ്രഹ്മാവിന് ഈ അജ്ഞാന വൃത്തികളെ 5 സൃഷ്ടിച്ചപ്പോൾ താമിത്രം, അന്ധതാമിത്രം, താമസ, മോഹം, മഹാമോഹം, തൻ്റെ ശരീരത്തിനെ ഉപേക്ഷിച്ചു ദുഃഖം ഉണ്ടായപ്പോൾ എന്നർത്ഥം. എന്ത് ചെയ്തു? ക്ഷുത്രിട്ട് സമുദ്ഭവാം, വിശപ്പ്, ദാഹം എന്നിവയുടെ ഉദ്ഭവസ്ഥാനമായ തമോമയ ശരീരത്തെ 8 രക്ഷസുകൾ സ്വീകരിച്ചു. ഈ ബ്രഹ്മാവ് ശരീരം ഉപേക്ഷിച്ചാൽ ആ ശരീരം വേറെ ആരെങ്കിലും സ്വീകരിക്കണമല്ലോ. അവയെ ആ ശരീരത്തെ 8 രക്ഷസുകൾ സ്വീകരിച്ചു എന്നാണ്. രക്ഷസുകളൊക്കെ അജ്ഞാനികളാണ് കുറേയൊക്കെ. 8 രക്ഷസുകൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട ശരീരത്തെ 8 രക്ഷസുകൾ സ്വീകരിച്ചു. ക്ഷത്രിഭ്യാം ഉപതൃഷ്ടാത്തെ തം ജഗ്ധും അഭിദുദ്രൂ മാ രക്ഷതേനം ജക്ഷധ്വം ഇത്യൂജു ക്ഷത്രിഡർദിത. ബ്രഹ്മാവ് ഉപേക്ഷിച്ചതായിട്ടുള്ള ശരീരത്തെ 8 രക്ഷസുകൾ സ്വീകരിച്ചപ്പോൾ അവയ്ക്ക് വല്ലാത്ത വിശപ്പ് തോന്നി എന്ന് പറയാണ് 8 രക്ഷസുകൾക്കൊക്കെ. അപ്പം അവരെന്ത് ചെയ്തു? ക്ഷുത്രിഭ്യാം, വിശപ്പാലും ദാഹത്താലും, ഉപസൃഷ്ടാഹ, ബാധിക്കപ്പെട്ടതായ അവർ, തം ജഗ്ധും, ബ്രഹ്മാവിനെ ഭക്ഷിക്കാൻ പുറപ്പെട്ടു. സൃഷ്ടിച്ച ആളെ തന്നെ ഭക്ഷിക്കുക അല്ലേ, വരന്ന് കൊടുത്തവരെ തന്നെ വിരൽ ചൂണ്ടുക എന്ന് പറഞ്ഞ പോലെ. കാരണം വിശപ്പ് അടക്കണ്ടേ, വിശപ്പ് വല്ലാണ്ട് വന്നാൽ എന്താ ചെയ്യുക? ആർക്കിരിക്കപ്രതി ഉണ്ടാവില്ല. അപ്പം ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാം തേ ജഗ്ധും അഭിദുദ്രവും, ബ്രഹ്മാവിനെ ഭക്ഷിക്കാൻ തുടങ്ങി, പുറപ്പെട്ടു, പാഞ്ഞു വന്നു. ഏനം മാ രക്ഷത ജക്ഷത്വം, അവ വിഷമിച്ചത് ദുഃഖിച്ചതായിട്ടുള്ളവരോട് ബ്രഹ്മാവ് പറഞ്ഞു. അതായത് അവർ ചിലർ ഇവനെ പിതാവിനെ ഭാവത്താൽ രക്ഷിക്കേണ്ട എന്നും രക്ഷിച്ചുകൊള്ളുവിൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു എന്നർത്ഥം. ഏതിലും 2 അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില രക്ഷസുകൾ പറഞ്ഞു ഭക്ഷിക്കുക തന്നെ, വേറെ വഴിയില്ലയെന്ന്. വേറെ ചിലരോ അയ്യോ അത് പറ്റില്ല കേട്ടോ, അത് പിതാവാണ്, നമ്മളെ സൃഷ്ടിച്ച ആളെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്നത് ശരിയല്ല, അവനെ രക്ഷിക്കൂ, അവനെ രക്ഷിക്കൂ, ഇപ്രകാരം പറഞ്ഞു. 8 രക്ഷസുകൾ 2 അഭിപ്രായക്കാരായി. മാ രക്ഷതേനം, അയ്യോ ഭക്ഷിക്കരുത്, ഭക്ഷിക്കരുത്. മാ എന്ന് പറഞ്ഞാൽ അരുത്. രക്ഷതേനം ജക്ഷത്വം, രക്ഷിക്കൂ രക്ഷിക്കൂ, നമുക്ക് ജന്മം തന്നവനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും അവർക്കൊക്കെ വലിയ വിശപ്പ് ഉണ്ടായി എന്നിവിടെ പറഞ്ഞു. ദേവത്താനാക സംവിഘ്നോ മാമാം ജക്ഷത രക്ഷത അഹോ മേ 8 ലക്ഷാംതി പ്രജായൂയം ബഭൂവിധ. അഹോ കഷ്ടം, മാം എന്നെ, മാം ജക്ഷത ഭക്ഷിക്കരുത് എന്ന് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു. ഭക്ഷിക്കരുതേ, ഞാനാണല്ലോ നിങ്ങൾക്ക് ജന്മം തന്നത്, അങ്ങനത്തെ എന്നെ നിങ്ങൾ ഭക്ഷിക്കുകയാണോ? രക്ഷത 8 ലക്ഷാംസി, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ബ്രഹ്മാവ് അവരോട് അപേക്ഷിച്ചു. യൂയം രക്ഷസ്തുകൾ മേ പ്രജ, എൻ്റെ പ്രജകളാണ്, പ്രജകളെ പുത്രന്മാർ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ നിങ്ങൾ, പിന്നെ നിങ്ങളെങ്ങനെയാണ് എന്നെ ഭക്ഷിക്കുക? ശോകസംവിഘ്ന, ദുഃഖത്തോടു കൂടിയിട്ടുള്ള ബ്രഹ്മാവ് അവരോട് തന്നെ രക്ഷിക്കാനായിട്ട് പറഞ്ഞു. ഇനി സൃഷ്ടിയകനെ തുടരുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.